മന്ത്രി കെ.ടി. ജലീൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി സോണിയാഗാന്ധി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല. മേനകാ ഗാന്ധി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. കാപ്പ ചുമത്തണം എന്നാണ് അവർ പറഞ്ഞതായി. ഗുണ്ടകൾക്കെതിരായിട്ട് ചുമത്തുന്ന നിയമമാണ് കാപ്പ. അതിപ്പോൾ കേരളത്തിൽ ചുമത്തേണ്ട യാതൊരു കാര്യവുമില്ല. നിലവിൽ തന്നെ നിയമം നിലവിലുണ്ട്. ആ നിയമമനുസരിച്ചല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഏതൊക്കെ നിയമം ആർക്കൊക്കെ എതിരെ ചുമത്തണം എന്ന് തീരുമാനിക്കാൻ സംസ്ഥാനത്തൊരു ഗവൺമെൻറ്റുണ്ട്. ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തും. കേരളത്തിലൊരു ഹിതപരിശോധന മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നടത്തിയാൽ അവരുടെ തെറ്റിദ്ധാരണ മാറും. കേരളത്തിലെല്ലാ ഓരോരുത്തരും ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് എങ്ങനെ മുക്തമാകാമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. പാവപ്പെട്ട കുട്ടികളാണ് പലപ്പോഴും ഇതിനിരയാവുന്നത്. അവർ സ്കൂളിൽ പോകുമ്പോൾ, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ പോകുമ്പോൾ, സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ കുട്ടികളൊക്കെ വാഹനം കയറിയാണ് അവരുടെ വീട് പഠിക്കൽ നിന്ന് സ്കൂളുകളിലേക്കും മറ്റുള്ള കേന്ദ്രങ്ങളിലേക്കുമൊക്കെ പോകുന്നത്. എന്നാൽ സാധാരണക്കാരുടെ മക്കൾക്കാണ് പലപ്പോഴും, സാധാരണക്കാർക്കുമാണ്, വഴിയാത്രക്കാർക്കാണ് തെരുവ് നായ്ക്കളുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ ഇതിനോട് സഹകരിക്കണം. ഒരു തെരുവ് നായ മുക്ത സംസ്ഥാനമാക്കി, സ്ട്രേ ഡോഗ്സ് മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് വരുന്ന 5 വർഷം കൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികളെയും നായ്ക്കളെയും വളർത്തുന്നതിന് ഒരു ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധീകരണം നടത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഓരോ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി അവിടെ പുനരധിവസിപ്പിക്കണം എന്നാണ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. അവരൊന്നും ഇത് കാണുകയൊന്നുമില്ല, കേൾക്കുന്നുമില്ല. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് അവർക്കൊക്കെ എന്തും വേണമെങ്കിൽ പറയാം. കേരളത്തിൽ പോലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഈ അഭിപ്രായമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാപകമായിട്ട് അങ്ങനെ നായ്ക്കളെ കൊല്ലുന്നൊന്നുമില്ല. പക്ഷേ ഫെറോഷ്യസും ഡേഞ്ചറസുമായിട്ടുള്ള മൃഗങ്ങൾക്കെതിരായി എന്ത് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ തന്നെ നിയമങ്ങളുണ്ട്. ആ നിയമമനുസരിച്ച് എനിക്കായാലും ഒരു പൗരനായാലും കേന്ദ്രമന്ത്രിക്കായാലും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് ആർക്കും തന്നെ അവകാശമില്ല. മന്ത്രി കെ.ടി. ജലീൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. തെരുവുനായ വിഷയത്തിൽ കാപ്പ ചുമത്തണമെന്ന, നായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കാപ്പ ചുമത്തണമെന്ന മേനകാ ഗാന്ധിയുടെ അഭിപ്രായം ഏത് വിധേനയാണ് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഡോഗ് പാർക്കുകൾ സ്ഥാപിച്ച് പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.